ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനു വന്ദേ വിശുദ്ധ വിജ്ഞാനവും കവീശ്വരവും. ഇനി ഇന്ദ്രൻ വന്ന് അനുഗ്രഹിക്കണ സർഗമാണ്. ഇങ്ങനെ ദശരഥനെ കണ്ടു. ഇവര് ദശരഥൻ അനുഗ്രഹിച്ചു പോയ ശേഷം കാകുത്സ്ഥനായ ദശരഥൻ, കാകുത്സ്ഥൻ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പറയുന്ന പേരാണ്. ശ്രീരാമചന്ദ്രനെയും കാകുത്സ്ഥൻ എന്ന് പറയും, ദശരഥനെയും ആ വംശത്തിലുള്ള എല്ലാവർക്കും പറയുന്ന പേരാണ് കാകുത്സ്ഥൻ. ദശരഥൻ പോയ സമയത്ത് ഇന്ദ്രൻ തൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, എന്ത് മനോഭിലാഷം വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ വരം തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ രാമചന്ദ്രൻ സുപ്രസന്നനായിക്കൊണ്ട് പറയണം, അവിടത്തേക്ക് പ്രീതിയുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് സത്യമാക്കണേ. എനിക്കായി യമലോകം പ്രാപിച്ച ഈ വാനരന്മാർ എല്ലാവരും എഴുന്നേൽക്കണം. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടണം. എനിക്കായി എല്ലാം ഉപേക്ഷിച്ച് അവരെ വീട്, കുടുംബം, ഭാര്യ, പ്രേയസിമാര്, സഹോദരന്മാര്, അച്ഛൻ, അമ്മമാര് ഇവരൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ വാനരന്മാരും കരടികളും വന്നേക്കുന്നത്. ഇവരൊക്കെ ബന്ധുജനങ്ങളോടൊത്ത് സസുഖം ജീവിക്കുന്നതായി എനിക്ക് കാണുന്നു, ഒരു രോഗങ്ങളും വ്രണങ്ങളും ഒന്നുമില്ലാതെ. അതുപോലെ തന്നെ വാനരന്മാർ ഉള്ളിടത്തൊക്കെ ധാരാളം മൂലഫലങ്ങളും വേരും കായും ഒക്കെ ഉണ്ടാവണം, വിമലജലവും ലഭ്യമാകണം. ഇന്ദ്രൻ അങ്ങനെ ഇത് കേട്ടു. ഇത് കുറച്ച് വിഷമം പിടിച്ചതാണല്ലോ എന്ന് വിചാരിച്ചു. ശരി, നല്ല സന്തോഷത്തിന്റെ സമയമല്ലേ, ഇത് അസാധാരണമാണ് അങ്ങയുടെ വരമെങ്കിലും ഈ വരം നേരായി തീരട്ടെ. അരക്കന്മാർ കയ്യും തലയും ഒക്കെ തകർക്കപ്പെട്ട കരടികളും വാനരന്മാരും ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ മരണത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. പുത്രമിത്ര കളത്രന്മാരോടൊപ്പം സന്തുഷ്ട ജീവിതം ഇനിയും ആസ്വദിക്കട്ടെ. അകാലത്തും വൃക്ഷങ്ങൾ പൂത്ത് ഉലഞ്ഞ് കായ്ക്കട്ടെ. നദികൾ ധാരാളം വെള്ളം പേറട്ടെ. ഇതങ്ങനെ പറഞ്ഞ സമയത്ത് വാനരന്മാർ ജീവൻ വന്ന് ഉണർന്നു നോക്കുമ്പോൾ ശരീരത്തിൽ യാതൊരു കേടുപാടുമില്ല. ഓരോരുത്തരും അടി കൊണ്ട് തല തകർന്ന് നെഞ്ഞ് പൊളിഞ്ഞൊക്കെ മരിച്ച ആൾക്കാരാണ്. ഇതെന്താ എന്നുള്ള ആശ്ചര്യത്തോടുകൂടി അവരൊക്കെ ഉറക്കത്തുനിന്ന് എന്ന മാതിരി എണീറ്റു. ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി രാമലക്ഷ്മണന്മാരോട് പറയാണ്, നിതാ വേഗം അയോധ്യക്ക് പുറപ്പെടൂ, വാനരന്മാരെ ഇനി പിരിച്ചുവിടൂ, അവര് സ്വതന്ത്രമായി പോട്ടെ, മൈഥിലിയെ സാന്ത്വനിപ്പിക്കൂ. മൈഥിലിയെ കുറച്ച് വിഷമിപ്പിച്ചുള്ളൂ, ചില പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് രാജഹിതത്തിനാണെങ്കിലും ഇനി ആ വിഷമം മാറ്റാൻ സാന്ത്വനിപ്പിക്കും. ഭരതനെ ചെന്ന് കാണൂ, അങ്ങേക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളാണ് ഭരതൻ, അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കൂ. ശത്രുഘ്നെയും അമ്മമാരെ കണ്ട് അവരെ സമാധാനിപ്പിക്കൂ. പിന്നെ വേഗം അഭിഷേകം നടത്തി പ്രജകളെ മുഴുവൻ സന്തോഷിപ്പിക്കൂ എന്നെല്ലാം പറഞ്ഞ് ദേവന്മാർ അവരവരുടെ വിമാനങ്ങളിൽ കയറി ഇന്ദ്രനോടൊപ്പം അങ്ങനെ അപ്രത്യക്ഷരായി. രാമചന്ദ്രനാവട്ടെ അവരെ ബന്ധിച്ച് സൈന്യവ്യൂഹം പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ സൈന്യമുണ്ടല്ലോ, മഹാചമു തദസ്തു സാ ലക്ഷ്മണ രാമപാലിതാം. ആ മഹാചമു പറഞ്ഞ മഹാസൈന്യം, ലക്ഷ്മണനാലും രാമനാലും പാലിതമായ ആ ചമു ഹൃഷ്ടജനായ യശസ്വിനി. എല്ലാ ചമുവിലുള്ള ആൾക്കാരും ഹൃഷ്ടജന സന്തോഷം പോകുന്ന ആൾക്കാരായി തീർന്നു. യശസ്വിനി വളരെ യശസ്സും ആർജിച്ചു. ശത്രു ഇത്ര ബുദ്ധിമുട്ടി കടൽ കടന്നു വന്ന് ഇവിടെ ഒരു കാര്യം നേടിയല്ലോ. ആ ദുഷ്ടരാക്ഷസന്മാരൊക്കെ നശിപ്പിച്ച് സീതയെ വീണ്ടെടുത്തോലോ. അവരുടെ പ്രയത്നം ഫലവത്തായല്ലോ. അപ്പൊ യശസ് നേടുകയും ചെയ്തു. മഹാചമൂർ ഹൃഷ്ടജന യശസ്വിനി ശ്രീയാജ്വലന്തി. ഐശ്വര്യം കൊണ്ട് അങ്ങനെ ആ മഹാചമു വിരാജിച്ചു. വിരരാജ സർവതവും എല്ലാം കൊണ്ടും. നിശാ പ്രണീദേവഹി ശീതരശ്മിന. നല്ലൊരു ഉദാഹരണം വാൽമീകി വരണു. നല്ലൊരു രാത്രി തണുത്ത ചന്ദ്രന്റെ തണുത്ത കരങ്ങളാൽ നല്ല ചന്ദ്രിക അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ ആ രാത്രിക്ക് എന്തൊരു ഐശ്വര്യമാവും. ആ മാതിരി ചമു ഉണ്ടല്ലോ. ഈ വരൂധിനി എന്നാണ് പറയാ സൈന്യത്തിന്. വരൂധിനി ഒരു നിശീധിനി മാതിരി വളരെ വിരാജമാനയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്.
ശ്രീരാമായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ